ചിക്കൻ റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 1.5 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് റോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, 2 സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പിടാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ഇതൊന്ന് ഇടാം. നമുക്കിന്ന് പ്രഷർ കുക്കറൊന്ന് അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച ചിക്കൻ ഈ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ഇതിന് അടിയിൽ ഇച്ചിരി പോലും വെള്ളമുണ്ട്. അത് നമുക്കൊന്ന് വേറൊരു പാൻ വെച്ച്, ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് ഒഴിക്കാം. നന്നായിട്ട് ഫുള്ള് വെള്ളം ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് മസാലകൾ ഇടാം. ചിക്കൻ്റെ ഗ്രേവി, അതായത് നമ്മൾ വേവിച്ച വെള്ളം അതിലോട്ട് നമുക്ക് വീണ്ടും ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്ത് ആ വെള്ളം ഒഴിച്ചതിൽ നമുക്കിനി കുറച്ച് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഗ്രേവി ഇടുന്ന നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇടാം. അടച്ചു വയ്ക്കാം. നമ്മൾ ഗ്രേവി നന്നായിട്ട് നല്ല കുഴഞ്ഞ് നല്ല പരുവായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില ഇടാം നമുക്കിതിലോട്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റിനായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ അവിടെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് തട്ടാം. അതിലൊരല്പം ഇതിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. അത് ഇതിലോട്ട് വീണിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണം. ഇത് നല്ല ഗ്രേവി എല്ലാം കൂടെ ഇതിലോട്ട് നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റ്, നാടൻ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ മോനെ ഞാൻ രാവിലത്തെ ചോറ്, ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ചോറും ഇന്നവന് ചിക്കനാണ് കൊടുക്കുന്നത്. അപ്പോൾ അവന് ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ വെജിറ്റബിളൊന്നും അവൻ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ വേറെ വെജിറ്റബിളൊന്നും ഉണ്ടാക്കിയില്ല. ഇതിന് ചോറിടാം. നമ്മുടെ ചിക്കൻ ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവൻ്റെ പാത്രത്തിലോട്ട് എടുക്കാം. അല്പം അച്ചാർ വയ്ക്കാം. നമ്മളെ ചിക്കൻ വയ്ക്കാം.
പിന്നെ നമ്മളെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എൻ്റെ മോള് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കണം. അവിടെ ഇന്ന് എന്തോ സ്കൂളിലെന്തോ ഫങ്ഷനുണ്ട്. അപ്പം ഞാനിനി അത് പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് പോകുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അടിപൊളി ടേസ്റ്റും ഒക്കെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ, ബൈ ബൈ.